വീട്ടിലോട്ട് അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അനുവാദം ഇല്ലാന്ന്. എനിക്ക് ആ ഡയലോഗ് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ കാണുമ്പോൾ അത്ര പ്രതീക്ഷിക്കില്ല, പക്ഷെ സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടാമത്തെ തവണ കൊണ്ടുവന്നത് അപ്പൊ മക്കളെ കൊണ്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ തെളിവാണല്ലേ? ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടു. എന്താ അതിനകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതില് മമ്മൂട്ടി പറയുന്നില്ല ഈ വീട്ടിലോട്ട് അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അനുവാദം ഇല്ലാന്ന്. എനിക്ക് ആ ഡയലോഗ് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും അനിയനും ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു. കിടിലം പടമല്ലേ? ഞാൻ സെക്കൻഡ് ടൈം കാണും. അതില് ലാസ്റ്റ് മ്യൂസിക് മിസ്സാക്കിയിരുന്നു ഫസ്റ്റ് ടൈം കണ്ടപ്പോഴേ. മ്യൂസിക് തന്നെ വർത്താണല്ലോ. പിന്നെ ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പാണ്. മമ്മൂട്ടി ആ 3 ക്യാരക്ടേഴ്സും ഗംഭീരമായിരുന്നു. നമ്മള് ബോറടിപ്പിക്കാതെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയല്ലോ, അതന്നെ ഏറ്റവും വലിയ കാര്യം. പടത്തിന്റെ ഒരു വിജയം. ലാഗൊന്നുമില്ല, കിടിലം പടം. പിള്ളേരൊക്കെ സാധാരണ പടം കാണുമ്പോൾ ഇടയ്ക്കൊക്കെ അവര് മിസ് ചെയ്യാറുണ്ട് സീൻസ് ഒക്കെ, പക്ഷെ ഇത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് കണ്ടു. അടിപൊളി. മമ്മൂക്കയുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അർജുൻ ആയാലും സിദ്ധാർത്ഥ ആയാലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം നല്ലതാണ്. നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുറേ കൂടെ ഇഫക്റ്റീവ് ആയതെന്ന് തോന്നുന്നുണ്ട്. ആ പഴയ 17th സെഞ്ച്വറി ശരിക്കും ഒരു റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു, നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഇല്ല ഒട്ടുമില്ല. സിനിമ നല്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു കാണാനൊക്കെ നല്ല എന്തായിരുന്നു, സ്റ്റോറി മൊത്തത്തിൽ നല്ലതാ. പെർഫോമൻസ് നല്ലായിരുന്നു. പക്ഷെ എന്താ ട്രെയിലർ കാണുമ്പോൾ അത്ര പ്രതീക്ഷിക്കില്ല, പക്ഷെ സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. കാണാത്തവരെന്തായാലും കാണണം. അല്ല, തിയേറ്ററിൽ കാണണം, അതാണ് ഫീല്. തിയേറ്ററിൽ വരുമ്പോൾ മാത്രമേ അതിന്റെ എഫക്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ഫിലിം, എല്ലാവരും വന്ന് കാണണം. വന്ന് കാണണം, നല്ല കറക്റ്റ് എഫക്ട് കിട്ടുള്ളൂ. എനിക്ക് സിദ്ധാർത്ഥനെ ഇഷ്ടം. മമ്മൂട്ടിനൊരു വേറൊരു റോളിൽ കാണാൻ പറ്റി. ഇറ്റ് വാസ് ഗുഡ്. സിദ്ധാർത്ഥും നന്നായിരുന്നു. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ്. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നല്ലേ, പണ്ടത്തെ ഫിലിമെല്ലാം കണ്ടിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ്. ഒരു കുഴപ്പം മമ്മൂട്ടിക്കാറ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അർജുന അശോകനെ. വേറെ ലെവൽ ചെയ്തിട്ടുണ്ട് സിനിമ. നൈസായിട്ടുണ്ട്.